നമസ്കാരം. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം അതിരൂക്ഷമായി തുടരുമ്പോൾ അനധികൃതമായി ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്ത ഗ്യാസ് ഏജൻസിക്കെതിരെ നടപടി. പത്തനംതിട്ട അടൂരിൽ നിന്നും പാലായിലെത്തി വാണിജ്യ സിലിണ്ടറുകൾ വിതരണം ചെയ്തുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടിയെടുത്തിരിക്കുന്നത്. അടൂർ ശ്രീകൃഷ്ണ ഏജൻസിയിൽ നിന്നുമാണ് പാലാ മേഖലയിൽ ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്തത്. മീനച്ചിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ പരിശോധന നടത്തി വാഹനവും സിലിണ്ടറുകളും പിടിച്ചെടുക്കുകയായിരുന്നു. 28 നിറകുറ്റികളും 29ഓളം കാലി ഗ്യാസ് സിലിണ്ടറുകളുമാണ് പിടിച്ചെടുത്ത് പാലായിലുള്ള ഗ്യാസ് ഏജൻസിയെ ഏൽപ്പിച്ചത്. ആകെ 3 പേർക്ക് 10 കുറ്റി വീതം 30ഓളം കുറ്റി വിതരണം ചെയ്തുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പാലാ കൂത്താട്ടുകുളം മേഖലയിൽ വിതരണം ചെയ്തതിൻ്റെ ദൃശ്യവും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലായിലുള്ള ഹോസ്പിറ്റലിലേക്ക് വിതരണം ചെയ്യുന്നതിനായാണ് അടൂരിൽ നിന്നും ഗ്യാസ് ഏജൻസിയുടെ വാഹനം എത്തിയത്. അതിനിടയിൽ അനധികൃതമായി ഇവർ വിൽപ്പന നടത്തുകയായിരുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തു. കോട്ടയം ജില്ലയിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലൊക്കെ തന്നെയും അതിരൂക്ഷമായി പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം തുടരുകയാണ്. മിക്ക ഹോട്ടൽ മേഖലയും പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് ഹോട്ടലുകളൊക്കെ അടച്ച് ഇടേണ്ട സാഹചര്യവും വന്നിട്ടുണ്ട്. പാചകവാതക ഗ്യാസുകളെ ആശ്രയിച്ച് കഴിയുന്ന പല സംരംഭങ്ങളും ഇപ്പോൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവർക്ക് സിലിണ്ടറുകൾ, ഗ്യാസുകൾ അവശേഷിക്കുന്നു. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ആ ഹോട്ടലുകളും അടച്ചിടേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതിനിടയിൽ തന്നെയാണ് സർക്കാർ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പാചകവാതക സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുന്നത് ഉൾപ്പെടെ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ അനധികൃതമായി ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്തത് കണ്ടെത്തിയിരിക്കുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾ, വാണിജ്യ ഉപഭോക്താക്കളൊക്കെ 5 സിലിണ്ടറുകൾ അധികം കൈവശം വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും, കേസെടുക്കുമെന്ന് സപ്ലൈ ഓഫീസ് വിഭാഗം അറിയിക്കുകയും ചെയ്തു. അതിനിടയിലാണ് പത്തനംതിട്ട അടൂരിൽ നിന്നുള്ള ഗ്യാസ് ഏജൻസി ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നതിനായി പാലാ മേഖലയിൽ എത്തിയത്. അത് സപ്ലൈ ഓഫീസ് വിഭാഗം കണ്ടെത്തുകയും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയുമാണ്. ഏതായാലും ഇപ്പോൾ പിടിച്ചെടുത്ത വാഹനം താലൂക്ക് സപ്ലൈ ഓഫീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. സിലിണ്ടറുകളൊക്കെ സ്വകാര്യ ഗ്യാസ് ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.